ഇതൊരു വലിയ ആത്മീയ രഹസ്യമായിട്ട് ഏറ്റെടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്തെടുക്കണം, ഇത് കർത്താവിന്റെ ഹിതമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒത്തിരി പെടാപ്പാട് പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്, ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവന് ഈശോയുടെ ഹൃദയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരാൾക്ക് ഈശോയ്ക്ക് നിന്നെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും നിന്റെ ശുശ്രൂഷയെക്കുറിച്ചും നിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ തിരുഹൃദയത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. അത് തെറ്റിദ്ധരിക്കരുത്. ആദ്യത്തെ മാർപ്പാപ്പായ്ക്ക് പോലും പിടികിട്ടാത്തൊരു കാര്യം ഹൃദയത്തോട് ചേർന്നിരുന്ന ഒരാൾക്കാണ് പിടികിട്ടിയത്. ആരാണ് ആദ്യത്തെ മാർപ്പാപ്പ? പത്രോസ്ലീഹായ്ക്ക് മനസ്സിലായില്ല. യോഹന്നാനോട് ചോദിച്ചു, എന്നെ ഈ പറയുന്നത് ആരെക്കുറിച്ചായി പറയുന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു യോഹന്നാനോട്. അന്ത്യത്താഴവേളയിൽ ഓർക്കുന്നില്ലേ? പത്രോസ് ആംഗ്യം കാണിച്ച് യോഹന്നാനോട് ചോദിച്ചു. ബാക്കി 10 പേരോടല്ല ചോദിച്ചേ, ഹൃദയത്തോട് ചേർന്നിരുന്ന ഒരാളാണ് ചോദിച്ചത്. ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരാൾക്ക് ആ ഹൃദയത്തിലുള്ള തിരുഹിതം മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ആ പയ്യനോട് ചേർന്ന് ചിന്തിക്കാം, ഈശോയുടെ ഹൃദയം എനിക്ക് കാണാൻ പറ്റുന്നില്ലോ, പക്ഷെ ഈശോയുടെ ഹൃദയം കീറി മുറിക്കപ്പെട്ട് തന്നതാണ് കൂദാശകൾ, വിശുദ്ധ കുർബാന. നിങ്ങൾ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഒഴുകുന്ന ആ സ്നേഹം മുഴുവൻ നിങ്ങൾ അനുഭവിച്ചറിയാൻ ശ്രമിച്ചാൽ, ഈശോയുടെ സ്നേഹം മുഴുവൻ എഴുതി വെച്ചിരിക്കുന്ന വിശുദ്ധകളിൽ നിന്ന് എടുത്ത് വായിച്ചാൽ അവിടുത്തെ ഹിതം അറിയാൻ നമുക്ക് പറ്റും. ജ്ഞാനം തെളിയും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റൊന്നിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കോ മറ്റു വ്യക്തികളിലേക്കോ ഒക്കെ ഓടുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എന്നെ കുറിച്ചുള്ള എന്റെ ദൈവഹിതം അറിയാൻ എനിക്ക് പറ്റുന്നത് എന്റെ ഈശോയുടെ ഹൃദയത്തോട് ഞാൻ ചേർന്നിരിക്കുമ്പോഴാണ്. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ.